ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ബജ്ജി ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ. അപ്പോൾ ഇതാ ഒരു ബൗളിലോട്ട് 3.5 സ്പൂൺ മൈദ, 3 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ റവ കൂടി ഇട്ട് അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ്, ഒരു ജസ്റ്റ് ഒരു പിഞ്ച് സോഡാപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, പിന്നെ മുളക് പൊടി, ലേശം ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഇടക്കുക. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവാൻ പോവാതെ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കാബജിയും കോളിഫ്ലവർ ഫ്രൈയും കൂടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പാം ഓയിലാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പാം ഓയിൽ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കായ് ഇങ്ങനെ എടുത്ത്, നല്ല നൈസിന് കീറിയ കായ കേട്ടോ, അപ്പോൾ നൈസിന് കീറിയ കായ് ഇങ്ങനെ എടുത്ത് ആ ബാറ്ററിലോട്ട് മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന കായും കോളിഫ്ലവർ പിന്നെ ഞാനിങ്ങനെ കായ് ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷമേ ബാക്കി വരുന്ന ബാറ്ററിലോട്ട് വേവിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴേ ഊറ്റി വെച്ചോട്ടോ. അപ്പോൾ അങ്ങനെ ഊറ്റി വെച്ച കോളിഫ്ലവറാണ് അത്. ഞാൻ ആ ബാറ്ററിലോട്ട് ഇളക്കി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.